Shiva Muhammad, giving back in the healthcare NGO secretary. ML Media എന്ന ഓൺലൈൻ പോർട്ടലിന് വേണ്ടി ഇയാൾ സ്റ്റോർ ചെയ്യുന്നതാണ്. അഞ്ചിന്റെ സഹായത്തോടെ പുറത്തു കൊണ്ടുവരാനിരുന്ന most sensational and exclusive story, which was supposed to be on the 7th. But അതിന് 2 ദിവസം മുമ്പ് അയാൾ മരണപ്പെട്ടു. Nandan, we all know that Shihab Mohammed died of a heart attack and that he was a chronic cardiac patient. So what's the big deal? You're absolutely right, madam. He was a chronic heart patient. ഒരു പേസ്മേക്കറിന്റെ സഹായത്തോടു കൂടിയാണ് അയാൾ ജീവിച്ചിരുന്നത്. And he was killed by hacking the same pacemaker. ഷിഹാബിന്റെ ബോഡിയിലുള്ള പേസ്മേക്കറിലേക്ക് വളരെ അടുത്തു നിന്നും കമാൻഡ്സ് അയക്കാൻ കഴിയുന്ന ഒരു ടീം. അയാളുടെ പേസ്മേക്കറിലെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാനോ അയാളുടെ ഹൃദയമിടിപ്പ് നിർത്താനോ കഴിവുള്ള ഒരു ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ഡിവൈസ്. പുറമേ നിന്ന് നോക്കിയാൽ അതൊരു സാധാരണ ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. But the truth is, it was a cold-blooded murder. Nandan, what you are saying is that Nikhilനെയും ടോണിയും ഉപയോഗിച്ച് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് CMK ഹോസ്പിറ്റൽ ചെയർമാൻ ജോൺ സാൻഡർ ആണെന്നാണ്. Yes. ഞങ്ങളുടെ എല്ലാ നിഖിലിനെ മീറ്റ് ചെയ്തില്ല. ജനറൽ മാനേജർ നിഖില് IIT പ്രൊഫസർ ഇവിടെ ഇന്ന് ഹോസ്പിറ്റൽ ഈ ജോർജ് സാൻഡർ ആൻഡ് ചെയർമാൻ ഡാനിയൽ ഫോസ്റ്റർ മരിക്കുന്നത് മുന്നിൽ എല്ലാം തനിക്ക് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയാലോ. ആൻഡ് ദ കോൺസിക്വൻസസ്. മേക്ക് നോ മിസ്റ്റേക്ക് മാം. നമുക്കെതിരെ നിൽക്കുന്നത് ഈ നാട് ആദരിക്കുന്ന രക്ഷകരുടെ രക്ഷകനായി കാണുന്ന വെരി ഓണർഡ് പത്മശ്രീ അവാർഡി ഡോക്ടർ ജോൺ സാമുവൽ. കാരുണ്യവൻ, ദാനശീലൻ, ആപൽബാന്ധവൻ എന്നിങ്ങനെ കുറെ എപ്പിറ്റസ് ഉള്ളയാൾ. ഇതെനിക്കും സാറിനും ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാവുന്ന ഡോക്ടർ ജോൺ സാമുവൽ. പക്ഷെ മരണത്തിന് കീഴുന്നതിന് മുമ്പ് എന്റെ സുഹൃത്ത് ഷിഹാബ് മുഹമ്മദ് പറയാൻ ബാക്കി വെച്ചാൽ കുറെ കാര്യങ്ങൾ. സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 373 എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു ആന്റിവൈറൽ ഡ്രഗ് അത് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽസിന്റെ ആവശ്യമുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയ്ക്ക് തന്റെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിൽ ഈ മരുന്ന് പരീക്ഷിക്കാനുള്ള സമ്മതം ജോണി കമ്പനിക്ക് നൽകി. നീ കൂടുതൽ ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇൻഫ്യൂസ് ദ ഡ്രഗ് ആൻഡ് ടേക്ക് ദ വൈറ്റ്. നമ്മൾ ഓഫർ ചെയ്ത റിസർച്ച് ഡേറ്റ കിട്ടുന്നത് വരെ ഓരോരുത്തരും ഡിസ്ചാർജ് കൊടുക്കരുത്. യു ഗോട്ട് മീ. അവരുടെ സമ്മതമില്ലാതെ 5ഓളം പേഷ്യൻസിന് ജോണ മരുന്ന് വിളിച്ചു. ആ ഡ്രഗിന്റെ റിയാക്ഷൻ 5 പേര് മരിച്ചു. എല്ലാ മരണത്തിലും 11 ഇൻഫെക്ഷൻ, സഡൻ പ്രഷർ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജോൺ സാമുവൽ ഫ്രാങ്ക്ഫർട്ടിൽ ഒരു മെഡിക്കൽ കോൺഫറൻസിലായിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് സംസാരിച്ചതും ചെയ്യാവാറാണ്. ഇന്നലെ ഒരു ദുബായിക്ക് പോയി. But Nandan, why you are focusing only on John Samuel? There is a killer on the loose. Yes, Tony Nikhil is a killer for Britain, and his next target could be Dr. John Samuel. Exactly. So Nandan, this is what we don't take John Samuel into consideration.
Instead, we keep shadowing. കൂടി വന്ന 2 ദിവസം അതിനുള്ളിൽ തെറ്റില്ല അയാളെ തേടിയെത്തും. No, sir. ആ കില്ലറെ ട്രേസ് ചെയ്ത് തലവേദന എനിക്കിട്ടേക്ക് ജോൺ സാമുവലിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് എന്നെക്കാൾ നന്നായിട്ടാണ് പറയാൻ. നമ്മൾ അറസ്റ്റ് വഹിക്കുന്ന ഓരോ നിമിഷവും അയാളെ രക്ഷപ്പെടാനുള്ള 1000 ദിവസമാണ്. അത് ശരിയാണ്. പക്ഷെ ജോൺ സാമുവലിനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ചിലവുണ്ട് സത്യം. നമുക്ക് അയാൾ ഒരിക്കലും കിട്ടില്ല. All I'm saying is ജോൺ സാമുവൽ ഈ നഗരത്തിൽ കാലുകുത്തുന്ന നിമിഷം മുതൽ അയാൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കും. നമുക്ക് ചിലവ് കിട്ടിക്കഴിഞ്ഞാൽ ജോൺ സാമുവലിനെ കസ്റ്റഡിയിൽ എടുക്കാം. പ്രോപ്പർ ചാൻസ്. എന്നാ പിന്നെ നമ്മളാരും അധികം ബുദ്ധിമുട്ടില്ല. ജോൺ സാമുവൽ ഒന്ന് സ്വതന്ത്രമായി വിടാം. ഈ കേസിൽ നിന്നും വിദഗ്ധമായി വഴിമാറാനുള്ള എല്ലാ സമയവും അയാൾക്ക് നമുക്ക് കൊടുക്കാം. പക്ഷെ അതിന്റെ മുന്നിൽ നിന്നും വിസിലുക എന്ന് നോക്കണ്ട. എനിക്ക് എന്താ പറ്റിയെന്നത്? You're being childish. പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം സർ? According to the rule of law, justice delay is injustice. I'm not talking about putting the lid on it forever. Just listen to what I say. Okay. ഇനിയൊരു പറയാം. ഒരു പെൺകുട്ടി തന്റെ ജീവൻ കൊടുത്തു നേടിയ ഡോക്ടർ ജോൺ സാമുവലിനെതിരെയുള്ള തെളിവ് ഇവിടെ വയ്ക്കുന്നു. നിസ്സഹായരായ ആയിരക്കണക്കിന് രോഗികളെ തന്നെ ഗിനിപ്പന്നികളാക്കിയ ഒരു ഇവൽ ജീനിയസിന് എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള സമയവും അവസരവും അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് സാധിക്കും. You're being ridiculous. Why are you taking this personally? It's personal. Sir, എവിടുത്തെ പോലീസുകാരനാണ്? No. Sir, അവന് മതിയോ ഇനി ഇമോഷൻസ് മാറ്റിയിട്ട് എന്നിട്ട് ലോജിക്കലായി ചിന്തിക്കും. ആ എക്സ്പി പറഞ്ഞത് എന്താണ് ഇത്? ഇപ്പൊ താങ്കളുടെ അവസാനമുള്ള അവസ്ഥയില പിന്നെ രണ്ടാമത്തെ തീവ്രവാദി വരുന്നത് കിട്ടും. മനസ്സിലെന്താണെന്ന് I also think about you know, sometimes I'm like it. Any guy, I think I need to check. Two pieces. Just 2 more pieces to complete this process. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ കഴിയുന്ന